കള്ളാടിയിൽ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ 5 മനുഷ്യരെ കുറിച്ചുള്ള ആധിയാണ് ഈ സമയവും നമുക്കുള്ളത്. അവരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല. പക്ഷേ അവരുടെ ബോഡിയെങ്കിലും കണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. ഈ രാത്രിയിലും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും നമുക്ക് പോകണം. സാജിദ് അജ്മലുണ്ട് സ്പോട്ടിൽ നിന്ന്, ഞങ്ങളുടെ പ്രതിനിധി സാജിദ്. ഈ സമയവും ഈ രാത്രി വൈകിയും അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാജിദ് ഇപ്പോൾ എവിടെയാണുള്ളത്? ആ സ്പോട്ടിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ? ഇന്ന് ഈ രാത്രി മുഴുവൻ തെരച്ചിൽ തുടരുമോ അതോ രാത്രി വൈകി നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് ഈ ആളുകൾ ഏത് ഭാഗത്താണ് കുടുങ്ങിപ്പോയതെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ടോ? സൈഫുദ്ദീൻ, ഞാൻ ഇപ്പോഴുള്ളത് ക്യാമ്പിലാണ്. ഇവിടെ പോളിടെക്നിക് കോളേജിലാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി കുടുംബങ്ങൾ ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പക്ഷേ ആ പുഴയിലേക്ക് ഇറങ്ങി തിരയുന്നതിന് പകരം ഈ ചൂരൽമല റോഡ് പൂർണ്ണമായി മണ്ണ് മാറ്റുക എന്നതിനാണ് രാത്രി പ്രാമുഖ്യം നൽകുന്നത്. കാരണം ഈ വാഹനങ്ങൾ അത്യാവശ്യ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ആളുകൾക്ക് ഈ സുഗമമായി നടന്നു പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയാണ്. അതും അതിശക്തമായ മഴ തുടരുകയാണെങ്കിൽ ആ കാര്യവും പ്രയാസകരമായി മാറും. അങ്ങനെയാണെങ്കിൽ നിർത്തിവെക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ 8ാം വാർഡ് മെമ്പർ, മേപ്പാടി പഞ്ചായത്തിലെ 8ാം വാർഡ് മെമ്പർ യൂനിസ് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഈ ക്യാമ്പിൽ എത്ര പേരാണുള്ളത്? ക്യാമ്പിൽ 140 ആളുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്, രജിസ്റ്റർ ചെയ്ത ആളുകൾ. അത് 42 കുടുംബങ്ങളിലായിട്ട് 140 ആളുകളാണ് നിലവിലുള്ളത്. ഈ ഭീഷണി നിൽക്കുന്ന പ്രദേശത്തെ ആളുകളാണോ അതോ വീട് നഷ്ടപ്പെട്ട ആളുകളാണോ? വീട് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു വീടേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഒരു പള്ളിയാണ് നഷ്ടപ്പെട്ടത്. ആ പ്രദേശത്ത് ഭീഷണിയുള്ള പ്രദേശത്തുള്ള ആളുകളാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. അതുപോലെ തന്നെ തൊട്ടതായ താഞ്ഞിലോട് എന്ന പ്രദേശത്ത് ഈ പുഴ ഒഴുകി പോകുന്ന ഭാഗമാണ്. ആ പുഴ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പി അവർ ബന്ധു വീടുകളിലാണ് താമസിച്ചിട്ട് ഏകദേശം 88 കുടുംബങ്ങളോളം അവിടുന്ന് താമസം മാറ്റിയിട്ടുണ്ട്. 88 കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലായി ബന്ധു വീടുകളിലാണ് അവർ കഴിയുന്നത്. ഇനി 5 പേരെയാണ് കിട്ടാനുള്ളത് അല്ലേ? തീർച്ചയായിട്ടും 5 പേരാണ് കിട്ടാനുള്ളത്. പള്ളി ഒരു ചെറിയ പള്ളിയുണ്ട്. ആ പള്ളിയിൽ ജീവനക്കാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഇല്ല, പള്ളിയിലൊന്നും. ചുളുക്ക മഹല്ല് കമ്മിറ്റിയുടെ കീഴിലായിരുന്നു ആ പള്ളി പ്രവർത്തിച്ചിരുന്നത്. അവിടെ യാത്രക്കാരും ആ പ്രദേശത്തുള്ള ആളുകൾ മാത്രമാണ് അവിടെ നമസ്കാരം മറ്റുള്ളതൊക്കെ നടത്തിയിരുന്നത്. രാത്രി ഇനി തെരച്ചിൽ എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? രാത്രി ഇപ്പോൾ റോഡ് മാത്രം ഗതാഗത യോഗ്യമാക്കാനുള്ള പ്രാമുഖ്യമാണ് നൽകിയിട്ടുള്ളത്. അത് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നുണ്ട്. എന്തൊക്കെ ഇനിയിപ്പോൾ നാളത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? നാളെ ഇതേമാതിരി ഇങ്ങനെ തെരച്ചിൽ തുടരാനാണ്. ഇന്ന് രാത്രിയാണെങ്കിലും നാളെ തെരച്ചിൽ തുടരാൻ തന്നെയാണ് പഞ്ചായത്തിൻ്റെ. ഈ 3ാമത്തെ അപകടമാണല്ലേ ഇതേ പ്രദേശത്ത് നടക്കുന്നത്? അതെ, നമ്മുടെ മുണ്ടക്കായി ഉണ്ടായിരുന്നു, അതുപോലെ പുത്തുമല ഉണ്ടായിരുന്നു. മുണ്ടക്കായി അതിന് മുമ്പൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ 4ാമത്തെ ഇതാണ് നടക്കുന്നത്, ഇൻസിഡൻ്റാണ് ഇവിടെ നടക്കുന്നത്. ഈ മണ്ണ് അവിടെ കൂട്ടിയിട്ടത് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ? തീർച്ചയായിട്ടും മണ്ണ് കൂട്ടിയിട്ടത് വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? അത് സജീവമായിട്ട് എല്ലാവരും മുന്നിട്ടിറങ്ങി ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ RRTൻ്റെ ആൾക്കാരാണെങ്കിലും എല്ലാ പ്രവർത്തകരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ചെയ്യാൻ തന്നെയാണ്. ഇതാണ് ഈ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തിലെ ജീവനക്കാരുമാണ്. ഇവർ ഈ വിവിധ കുടുംബങ്ങളെ വിളിച്ച് അവർ സുരക്ഷിതമല്ലേ എന്ന് അന്വേഷിക്കുകയാണ്. കാരണം ഇപ്പോഴും ഇതിന് പുഴയ്ക്ക് അപ്പുറം, പാലത്തിന് അപ്പുറം ഉള്ള ആളുകൾ അവർ വലിയ ഭീതിയോടെ കഴിയുകയാണ്. കാരണം നമുക്കറിയാം 2 വർഷം മുൻപാണ് വലിയ ദുരന്തം. നമുക്കിപ്പോൾ 3 പേരുടെ മരണമാണല്ലോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. 5 പേർ മണ്ണിനടിയിൽ ഉണ്ട് താനും. ഈ മരണപ്പെട്ടവരും മണ്ണിനടിയിലുള്ളവരെയും സംബന്ധിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളാണെങ്കിൽ കൂടിയും അവരുടെ പേര് വിവരങ്ങൾ കളക്ട് ചെയ്യാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ മരിച്ച ആളുകളുടെ പേരുവിവരങ്ങളെല്ലാം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളുമുണ്ട്. മരിച്ച ആളുകൾ ചന്ദ്രബാൻ എന്നുള്ളതാണ്. അത് ഈ കമ്പനിയുടെ ഓപ്പറേറ്ററാണ്, മധ്യപ്രദേശ് സ്വദേശിയാണ്. ബികാഷ് കുമാർ സിവിൽ ഫോർമാനാണ്, ബീഹാർ സ്വദേശിയാണ്. അൻമോൻ എന്നാണ് ജാർഖണ്ഡ് സ്വദേശിയായ മറ്റൊരു ഈ നിർമ്മാണ തൊഴിലാളിയായ ആൾ. ഇതോടൊപ്പം തന്നെ ഈ രക്ഷപ്പെട്ട ആളുകൾ ആശുപത്രിയിൽ കഴിയുന്ന 7 പേരുണ്ട്. ഇതിൽ ഒരാളുടെ ദീപു എന്ന ആൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അത് 2 കാലിനും പരിക്കേറ്റത് ഈ
ഇത് കൂടാതെ ആന്തരിക രക്തസ്രാവവുമാണ് ഉള്ളത്. അദ്ദേഹത്തെ അത്യഹിത വിഭാഗത്തിൽ ICUവിൽ ചികിത്സ തുടരുകയാണ്. അതോടൊപ്പം തന്നെ 2 ഈ ശസ്ത്രക്രിയകളും ഇയാൾക്ക് പൂർത്തീകരിച്ചിരിക്കുന്നു. മറ്റ് ആളുകൾക്ക് അത്ര ഗുരുതരമായ പരിക്കില്ല. നാളെയോ മറ്റന്നാളോ ആയി ഈ ആളുകളെ ആശുപത്രി വിടാം എന്നുള്ള കാര്യമാണ് ഈ മേപ്പാടിയിലെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഒറ്റ കാര്യം കൂടി സാജിദ്, ഇപ്പോൾ ഈ മഴ കനത്തതിന് പിന്നാലെ കുറേയൊക്കെ തൊഴിലാളികൾ അവിടെ നിന്ന് നാട്ടിലേക്ക് പോയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് ശരിയാണോ? അങ്ങനെയെങ്കിൽ വലിയൊരു ദുരന്തം വഴിമാറി എന്ന തോന്നൽ കൂടി ഉണ്ടോ ഈ സമയം? ചില വിവരങ്ങൾ പഞ്ചായത്ത് മെമ്പർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഒരു ഉന്നതി, കുപ്പച്ചി ഉന്നതി എന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രദേശം ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ്. വെള്ളം കയറി പുറത്തും ലോകവുമായിട്ട് ബന്ധപ്പെടാൻ ആളുകൾക്ക് പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അവരെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സ്ഥായിയായിട്ട് സഞ്ചാരയോഗ്യമായിട്ടുള്ള എന്തെങ്കിലും പാലം നിർമ്മിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഏത് ഭാഗത്താണത്? ഈ പുഴ ഒഴുകി പോകുന്ന താഴെ ഭാഗത്ത്. ചൂരൽമലയ്ക്കല്ല, ഇങ്ങോട്ട് താഴോട്ട് പോകുന്നു. താഞ്ഞിലോട് എന്ന പ്രദേശത്ത് കൂടെ പുഴ ഒഴുകി പോകുന്നുണ്ട്. ആ പുഴ ഭാഗത്തിന് അക്കരെയാണ് അവർ താമസിക്കുന്നത്. നിറഞ്ഞ് ഒഴുകാണ്. അവിടുന്ന് ആളുകൾക്ക് ആർക്കും ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഫോണിലൊക്കെ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിരുന്നു. അവിടെ രാവിലെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളം കുറഞ്ഞാൽ മാത്രമാണ് അവർക്ക് അങ്ങോട്ടും വരാൻ. സാധാരണ മഴക്കാലത്ത് അവരിങ്ങനെ ഒറ്റപ്പെട്ട് തന്നെയാണ് കഴിയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഒരു പാലം അടിയന്തരമായിട്ട് നിർമ്മിക്കേണ്ടതുണ്ട്. പക്ഷെ ഇത്രയും കാലമായിട്ട് അത് നിർമ്മിച്ചിട്ടില്ല. ഉള്ളൊരു പാലം പോയി കിടക്കുകയാണ്. റോഡ് മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ്. എന്തെങ്കിലും കൂടുതൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കൂട്ടിയിട്ട മണ്ണ് ഇതേ രൂപത്തിൽ ഈ പാടികൾക്ക് സമീപത്തും ഉണ്ട് എന്ന തൊഴിലാളികൾ പറയും. തീർച്ചയായിട്ടും അവിടെയുണ്ട്. ഇവിടുന്ന് എടുക്കുന്ന മണ്ണുകളെല്ലാം JCB ആയി മേലെ ഭാഗത്താണ് ഡംപ് ചെയ്തിട്ടുള്ളത്. അത് പാടികൾക്കൊക്കെ. ശരി സാജിദ്, എന്തായാലും മേപ്പാടി ചൂരൽമല സ്റ്റേറ്റ് ഹൈവേയുടെ വഴിയിലാണ് ഇപ്പോൾ ഈ കള്ളാടി ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ വലിയ ദുരന്തമുണ്ടായത്. ആ റോഡ് ഒരു സ്റ്റേറ്റ് ഹൈവേ കൂടിയാണ്. അതൊരു ദുരന്ത വഴിയായി മാറുകയാണ്. എന്ന് വെച്ചാൽ ആ റോഡ് ചെല്ലുന്നിടത്താണ് ചൂരൽമലയിൽ വലിയൊരു ദുരന്തം 2024 സംഭവിച്ചത്. അതിൽ എത്ര പേർ മരിച്ചുവെന്ന് ഇപ്പോഴും നമുക്കൊരു ഒരു കൃത്യമായ കണക്കിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ എക്കാലവും മലയാളം, കേരളം ദുഃഖത്തോടെ അല്ലെങ്കിൽ നഷ്ടവേദനയോടെ ഓർമ്മിക്കുന്ന ഒരു മഹാദുരന്തം നടന്നത് ആ റോഡ് എത്തിച്ചേരുന്ന ചൂരൽമലയിലാണ്. ഇതേ റോഡിലാണ് 2 മാസം മുമ്പ് അതിരാവിലെ 2 പേർ കാട്ടാനയുടെ കുത്തേറ്റ് മരിച്ചത്. ഇന്നിപ്പോൾ അതേ റോഡിൽ തന്നെ മറ്റൊരു വലിയ മണ്ണിടിച്ചിൽ ദുരന്തം കൂടി ഉണ്ടാകുന്നു. അതിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു, 5 പേർ മണ്ണിനടിയിലുണ്ട്. ആ രീതിയിൽ വലിയ ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ് വയനാട്ടിൽ. പല സാമ്യതകളും 2 ദുരന്തങ്ങളും തമ്മിലുണ്ട്, മുണ്ടക്കൈയിലെയും ഇവിടത്തെയും. പക്ഷേ അതിലൊരു വ്യത്യാസം, മുണ്ടക്കൈയിലെ ദുരന്തം പൂർണ്ണമായും നമുക്ക് പ്രകൃതിയെ കുറ്റപ്പെടുത്താമെങ്കിൽ ഇവിടെ പ്രകൃതിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇത് നമ്മൾ വിളിച്ചു വരുത്തിയ ദുരന്തം തന്നെയാണ്. ന്യൂസ് ടേക്കോട് പൂർണ്ണമാവുകയാണ്. ഇടവേള കഴിഞ്ഞ് ഔട്ട് ഓഫ് ഫോക്കസ്.